ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് രാവിലത്തെ ചായ പരിപാടി നോക്കുക. അപ്പം ഞാൻ ചായക്ക് എല്ലാ ദിവസവും അധികം ഇങ്ങനെ എന്താ പറയുക പത്തിരി തന്നെ ഉണ്ടാവുക. എനിക്ക് വേഗം പത്തിരിയാണ്, അമ്മക്ക് പത്തിരി ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇന്നലത്തെ സാമ്പാറുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കുന്നേരം എന്തായാലും ഒരു 2 ദിവസത്തേക്കുള്ള വെക്കും. വേറെ എല്ലാ പച്ചക്കറിയും കൂടി കുറച്ചധികം തന്നെ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടാണ് വെക്കുക. മറ്റേ പൊടി ഇട്ടിട്ടല്ല, തേങ്ങ അരച്ചിട്ട് തന്നെ വറുത്തരച്ചിട്ട് നല്ല സാമ്പാർ വെക്കും. സാധാരണ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിക്ക് സാമ്പാർ കൂട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ കറി വെക്കാൻ മടിയായി. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച എന്ന് വെച്ചാൽ കുറച്ച് നേരം ഉറങ്ങും, കുറച്ച് സമയം ഉറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ രാവിലെ എണീച്ച് കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് മടിയുള്ള പരിപാടിയാണ്. ഈ പത്തിരി നമ്മൾ കോഴിക്കോടൊക്കെ എല്ലാവർക്കും അറിയുന്ന പത്തിരി തന്നെ, അല്ലാണ്ട് ഇതിനെന്തോ ഒറോട്ടി എന്നെല്ലാം പറയും. നമ്മൾ പത്തിരി എന്നല്ല പറയാം. പിന്നെ സാമ്പാറുണ്ട്, മീൻകറി വറ്റിച്ച് ഇന്നലത്തെ ഉണ്ട്. എനിക്ക് മീനാണ് ഇഷ്ടം. പിന്നെ സാമ്പാർ രാവിലെ കറി വെക്കാനുള്ള മടി കൊണ്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ മൂപ്പര് വർക്ക് ചെയ്യുന്ന, അപ്പോൾ എന്തായാലും എൻ്റെ ചായ എല്ലാം റെഡി സെറ്റായി. അപ്പോൾ പത്തിരി ഉള്ള ദിവസം ഞാനെന്തും ചെറുപയരോ ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും കറി വെക്കും. പക്ഷേ അതൊന്നും പറ്റില്ല ഇന്ന്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയിലായി. അപ്പോൾ ഇന്ന് നല്ല മത്തി കിട്ടി. ഇവിടെ ഇപ്പോൾ കുറച്ചായി എനിക്ക് നല്ല മത്തി കിട്ടാത്ത. ഇതിപ്പോൾ നമ്മൾ നാട്ടിലെല്ലാം കിട്ടുന്ന പോലത്തെ നല്ല നെയ്യുള്ള നല്ല എണ്ണറലുള്ള മത്തി കിട്ടി. അപ്പോൾ ഞാൻ നല്ലോണം പൊരിക്കാമെന്ന് വിചാരിച്ച്. അത് കറി വെക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം കുറച്ചും കൂടി പൊരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറേ എണ്ണറും ഇതെല്ലാം ഉണ്ട്. പിന്നെ പച്ചക്കറിയായിട്ട് ഞാനൊരു പച്ചക്കറിയും വെച്ച് തേങ്ങ അരച്ചിട്ട് വെള്ളരിയും മുരിങ്ങയെല്ലാം വെച്ചിട്ടൊരു കറിയും വെച്ച്, പിന്നെ ഉപ്പേരി എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലും പച്ചക്കറിയെല്ലാം എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉപ്പേരി വെക്കുന്നത്. എനിക്ക് ഈ ഉപ്പേരി ഇഷ്ടമല്ല. എനിക്ക് ആകെ ഒരു വഴുതനങ്ങ പിന്നെന്തെന്നാ അതെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമുള്ളൂ. ആകെ അതായിട്ട് തന്നെ ഇഷ്ടമുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കൂട്ടും, പക്ഷേ വലിയ താല്പര്യമില്ല. എന്നാലും മത്തി നല്ല മത്തിയാണ്. ഇപ്പോൾ ചോറെല്ലാം റെഡിയായി. അങ്ങനെ ചോറെല്ലാം റെഡിയായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചോറ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പണിയുണ്ട്. ഇപ്പോൾ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുക. അപ്പോൾ ഇന്ന് ഫുള്ളൊരു ക്ലീനിങ് ദിവസം കൂടി, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഒരു ഈവനിങ് അല്ല, ഒരു മഗ്‌രിബിൻ്റെ നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് പോകും, അബുദാബിയിലേക്ക്. അപ്പോൾ നമ്മളടുത്തൊന്നും അത്ര നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല ഇവിടെ. ഫുഡൊന്നും കഴിക്കാൻ പോകാൻ പറ്റിയ അത്ര നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും നമ്മൾ താമസിക്കുന്ന ആ ഏരിയയിലില്ല. അപ്പോൾ നല്ല ഫുഡെല്ലാം കഴിക്കാമെന്നുള്ളൊരു തോന്നിയാൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരിക. അങ്ങനെ നമ്മൾ മദീനത്ത് സായദിലുള്ള കാലിക്കറ്റ് നോട്ട്ബുക്ക് ഉണ്ട്, അതുതന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ നമ്മളവിടെ ഇടയ്ക്ക് വന്നിട്ട് ഈ മീനിൻ്റെ അങ്ങനത്തെ പൊള്ളിച്ചത്, തവ ഫ്രൈ അങ്ങനത്തെ എല്ലാം കഴിക്കാനെല്ലാം ഇങ്ങോട്ട് വരും. അപ്പം പൊതിപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്തേ ഇറങ്ങില്ല. കാരണം എന്ന് വെച്ചാൽ അൺസഹിക്കബിൾ ചൂട്. അത് രാത്രിയായാലും ഉച്ചക്കും പറയേണ്ട അവസ്ഥയില്ല. പ്രത്യേകിച്ച് അബുദാബിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ചൂട് കൂടുതലാണ്. ഒരു ഡ്രസ്സും കൂടി പുറത്ത് വിരിക്കാൻ വേണ്ടി പോകാനും കൂടിയുള്ള എന്താ പറയുക ഇതില്ല, അത്രയും ചൂടാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി മദീനത്ത്. ഇവിടെ പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് സമയം. നമ്മളിവിടെ ഒരു 10-25 മിനിറ്റ് ഈ പാർക്കിങ് വേണ്ടിയിട്ട് കുറച്ച് അലഞ്ഞ്, അതല്ലാണ്ട് ഓക്കെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ വരാനൊക്കെ ഓക്കെയാണ്. ഈ പാർക്കിങ് കിട്ടുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സീബ്രീം തവ ഫ്രൈ. അപ്പോൾ അതുതന്നെ എനിക്ക് ഓർമ്മ. പിന്നെ നെയ്പത്തിരി, ചപ്പാത്തി, പൊറോട്ട, ആ സംഭവങ്ങളാണ് ഓർഡർ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫിഷ് കഴിക്കുന്നത്. എനിക്ക് പൊതുവേ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഫിഷെല്ലാം കഴിക്കാനൊരു ചടപ്പാണ്. നന്നാവോ ഇല്ലേ, ടേസ്റ്റ്